രീതിയിലാണ് നമ്മുടെ വിജയത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുള്ളത്? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ വിജയത്തെ വേണ്ടി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടന്നിട്ടുള്ളത്? ആ ശ്രമങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ വലിയ മുന്നേറ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിന്റെ ആദ്യത്തിന്റെ പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ ആ തയ്യാറെടുപ്പിന്റെ ഒരു ഘട്ടമാണ് ഈ നേതൃത്വ സംഘം എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഇവിടുന്ന് നമ്മൾ ഇനി അങ്ങോട്ട് തുടങ്ങുക. നമ്മൾ ഈ നാടിന് വേണ്ടിയിട്ട്, നാടിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, നാടിന്റെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഭരണ സംവിധാനങ്ങൾ നിങ്ങൾ രാജ്യത്ത് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കിയപ്പോൾ അതിനനുസരിച്ച് ആ ഭരണ സംവിധാനം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള കേരളത്തിലെ ജനതയെ ആ വിജയം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നപ്പോൾ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇനിയും അതിന്റെ ജാഗ്രതയോടുകൂടി കേരളത്തിലെ ജനത ആ വിജയം ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ജാഗ്രതയോടെ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നമ്മളും ജാഗ്രതയോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും മുൻപത്തെ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്ക്. 2 ഘട്ടത്തിനപ്പുറത്തേക്കുള്ള പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 3 സീറ്റായിരുന്നു കിട്ടിയത് അല്ലേ? പശ്ചിമ ബംഗാളിൽ നമുക്ക് 3 സീറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് നമുക്ക് കിട്ടിയത് 3 സീറ്റാണ്. കേരളത്തിൽ കിട്ടിയത് ഇപ്പോ 3 സീറ്റ് തന്നെയാണ്. ഒരു സംശയം നിങ്ങൾക്കായിരിക്കും വേണ്ട. കേരളത്തിൽ കിട്ടിയത് 3 സീറ്റാണ്. ആ 3 സീറ്റിനപ്പുറത്തേക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റത്തെ തടയപ്പെടുന്നെങ്കിൽ പോലും അതുപോലെ തന്നെ അന്ന് പശ്ചിമ ബംഗാളിലും വലിയ മുന്നേറ്റത്തെ തടയപ്പെടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടന്നു. നമ്മുടെ ധീരന്മാരായിട്ടുള്ള നമ്മുടെ പ്രവർത്തകന്മാരെ മൃഗീയമായി മർദ്ദിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടല്ലേ? പശ്ചിമ ബംഗാൾ എന്തെല്ലാം ക്രൂരത നടന്നു. നമ്മുടെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാരെ മൃഗീയമായി ആക്രമിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെല്ലാം ചെറുതു തോൽപ്പിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോ 77 സീറ്റ് അല്ലെ? 77 സീറ്റിലേക്ക് വലിയ മുന്നേറ്റം കുതിക്കാൻ പശ്ചിമ ബംഗാളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് BJPക്ക് കഴിഞ്ഞു വരുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് പറയുന്നത് 3-ൽ നിന്ന് 77ലേക്കുള്ള വലിയ കുതിച്ചുകയറ്റം. 3-ൽ നിന്ന് 77ലേക്കുള്ള കുതിച്ചുകയറ്റം ധീരമായിട്ട് അവിടെയുള്ള അക്രമത്തെ ചെറുത്തുകൊണ്ട അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ ഉൾപ്പെടെയുള്ള വലിയ ആക്രമണം നമ്മുടെ പ്രവർത്തകന്മാരെ അവിടെയുള്ള പീഡനങ്ങൾ ഉണ്ടായപ്പോ ആ പീഡനങ്ങളെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് 77 സീറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ 77 സീറ്റിൽ നിന്ന് ഇപ്പോ നമ്മൾ 207 സീറ്റിലേക്ക് അല്ലെ ഭരണം കിട്ടിയെന്ന് മാത്രമല്ല, ആ ഭരണം കിട്ടിയ ഉടൻ തന്നെ നമ്മുടെ നേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ നേതാവ് അവിടെ മുഖ്യമന്ത്രിയായിട്ട്, നമ്മുടെ നേതാവ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാവ് അവിടുത്തെ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ കാഴ്ച നമ്മൾ കണ്ടു. നമ്മുടെ മാറ്റമാണ്, ചെറുത്തുനിൽപ്പിന്റെ മാറ്റം. ആ ചെറുത്തുനിൽപ്പിന്റെ മാറ്റം മാത്രമല്ല, അവിടുത്തെ ജനത നമ്മുടെ പാർട്ടിയും അതുപോലെ നമ്മുടെ മുന്നണിയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്ത് ത്യാഗം അനുഭവിച്ചും മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആ നാട്ടിലെ ജനത അവർ നമ്മുടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്ത് നടത്തുന്ന വികസനം, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും ആ വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവിടുത്തെ ജനത താഴ്മ അനുഭവിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ ഭരണത്തിലേക്ക് അല്ലേ വിശ്വസിച്ച നിങ്ങൾ ആത്മാർത്ഥമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ 77 സീറ്റിനപ്പുറത്തേക്ക് ഈ കേരളം ഭരിക്കുന്നതിലേക്ക് കടന്നുകൊള്ളുന്ന ആത്മാർത്ഥത വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഈ നാടിനെ വേണ്ടി പ്രവർത്തിച്ചാൽ നമുക്ക് കഴിയും. ഒരു സംശയത്തിലേക്കുള്ള അതിനു വേണ്ടിയുള്ള പോരാട്ടമായിരിക്കണം. ആ പോരാട്ടത്തിന് നാം നിൽക്കുന്നതായിരിക്കണം ഈ സമൂഹത്തോട് പറയാനുള്ളത്. നിങ്ങൾ ഒരു സംശയത്തിനായിരിക്കും വേണ്ടിയിരിക്കുക. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനമൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്.
നമ്മൾ വിദേശത്തിന്റെ കേരളത്തിൽ ഒരു സംശയവും കണ്ടില്ല. നമുക്ക് നട്ടല് കെട്ടിപ്പിടിച്ചു പറയാം, കേരളത്തിൽ നമ്മുടെ വിജയം ദേശീയ ജനാധിപത്യ വിജയം, ആ വിജയം കേരളം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ആ വിജയം കേരളത്തിലെ ജനത നമ്മുടെ നെഞ്ചോട് ചേർത്തതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നെഞ്ചോട് ചേർത്തത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണം. അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ഭരണം 338 പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിപ്പിടിച്ചു. ആ ജീവിത നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ആ പദ്ധതികൾ ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടാക്കി, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഞാനെന്ന് പറയുന്നത് അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കൂലിനെ വർദ്ധിപ്പിച്ചു. നമ്മുടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന വേതനം ഉണ്ടാക്കി. അടിസ്ഥാന വേതനം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ്. നമുക്ക് അടച്ചുറപ്പുള്ള വീട്, അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ സ്വന്തം രാജ്യത്ത് എത്രയോ ആളുകൾക്ക് ഇത് കിട്ടാത്ത കാര്യമായിരുന്നു ഒരു ഘട്ടത്തിൽ അടച്ചുറപ്പുള്ള വീട്. എന്നാൽ ഈ 4 കോടി വീട് ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചു നൽകിക്കൊണ്ട് പാവപ്പെട്ടവര് സംരക്ഷിക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദി സ്വീകരിക്കപ്പെട്ടു. അവിടെയാണ് പാവങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന നിലപാട് സ്വീകരിക്കപ്പെട്ടു. നമുക്ക് വികസന റോഡായ നമുക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ റോഡുകൾ ഉണ്ടാക്കി. നമ്മുടെ മക്കളെ സംരക്ഷിക്കപ്പെടുന്ന, നമ്മുടെ പെൺകുട്ടികളെ ഉൾപ്പെടെ നമ്മുടെ മക്കളെ സംരക്ഷിക്കപ്പെടുന്ന, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന, നമ്മുടെ ആരോഗ്യ മേഖല സംരക്ഷിക്കപ്പെടുന്നതിന് വലിയ നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യ രാജ്യം ലോകത്തിന് മാതൃകയായി മാറി. ലോകത്തിന് മാതൃകയായി മാറിയെന്ന് മാത്രമല്ല, സാമ്പത്തിക സംവിധാനത്തിൽ, സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ രാജ്യം ഇന്ന് 4ാം സ്ഥാനത്ത്. ലോകത്തിന് ഇന്ത്യയുടെ 4ാം സ്ഥാനത്ത് സാമ്പത്തിക വളർച്ച. ആ വളർച്ച ഈ രാജ്യത്തെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ബംഗാളിൽ നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി അവിടെ അഭിസംബോധന ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ബംഗാളിലെ ജനതയോട് പറഞ്ഞ ചിത്രം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നരേന്ദ്രമോദി സംസാരിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഴിമതിയില്ലാത്ത ഒരു ഭരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോ ആ ഭരണം ഈ നാടിന് വേണ്ടി, ഈ നാടിന് ഉണ്ടാക്കി വേണം, ആ നമ്മുടെ നാടിന് വേണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ജനത അത് കേരളത്തിലുണ്ട്. ഒരു സംശയം നമുക്കായിട്ട് വേണ്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവർ, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവർ, ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചവർ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യവും BJPയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നമുക്ക് ചെറുപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ജാഗ്രതയോടുള്ള പ്രവർത്തനം നടക്കുന്നത്, വളരെ ജാഗ്രതയുള്ള പ്രവർത്തനം നമുക്ക് വേണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെ ആത്മാർത്ഥ പ്രവർത്തനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംശയം നിങ്ങൾക്കായിരിക്കും വേണ്ടയില്ല. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ മണ്ണിലേക്ക് കടന്നു വന്നപ്പോ, ഈ പൊന്നാനിയുടെ മണ്ണിലേക്ക് കടന്നപ്പോ എനിക്ക് കണ്ടുള്ള വേദന വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. പാവങ്ങളായി നാട്ടിലെ ജനത, തീരദേശം ഉൾപ്പെടെയുള്ള മേഖലയിലെടുത്ത് പരിശോധിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പാവങ്ങളാണ്. ഇവിടെ കുടിവെള്ളം കിട്ടാക്കനെയാണ്. ഒരു കുടിവെള്ളത്തിന് വേണ്ടി, ഒരു ദാഹജലത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർ. ഇന്നലെ വരെ നമ്മുടെ മണ്ഡലത്തിൽ ജയിച്ചു പോയവർ, ഒന്നും ചെയ്യാത്തവർ, അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ നിന്നൊരു മാറ്റം ഈ മണ്ഡലത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഈ നാട്ടിന്റെ പ്രതിച്ഛായയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളിപ്പോ തോറ്റ MLA എന്ന് പറയാം, അല്ലെ? അങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ജയിച്ചിട്ടുണ്ട് 10,210 വോട്ടിന്. നമ്മള് ഈ നാടിന്റെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. 10,210 ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യമുണ്ട്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ടയില്ല. ആ 10,210 കൂടെ ഇനി വലിയ നിലയിലൊന്നും കൂട്ടേണ്ടതില്ല. അത് കൂട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പദ്ധതികൾ
ഈ രാജ്യത്ത് നടപ്പിലാക്കിയുള്ള പദ്ധതികൾ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയണം. ആ പദ്ധതികളൊക്കെ ജനങ്ങളിടയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ പദ്ധതികളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ അത് മാത്രമല്ല, അവരുടെ കണ്ണിലൊപ്പം ഞാനിപ്പോൾ ഈ മണ്ഡലത്തിൽ പോയപ്പോൾ പല സ്ഥലത്തും കണ്ട കാഴ്ചകൾ വളരെ ധൈര്യമാണ്. ഇവിടെ ദാരിദ്ര്യമില്ലായ്മയുടെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഇത് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം ഇല്ലായ്മ ഈ സംസ്ഥാനത്തിന്റെ പല കോണുകളിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ മണ്ഡലത്തിൽ പോലും അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് ഇവിടെ പരിശോധിച്ച് ഇവിടെ മണ്ഡലത്തിൽ സന്ദർശിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല കിടപ്പാടമില്ലാത്ത, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അടച്ചുറപ്പുള്ള കിടപ്പാടം, അത് ഏറ്റവും ശുദ്ധമായ വെള്ളവും അടച്ചുറപ്പുള്ള കിടപ്പാടമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. നല്ല കിടപ്പാടം പോലും ഇല്ലാത്ത എത്രയോ ജനത ഈ മണ്ഡലത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. ഇന്നലെ വരെ ജയിച്ചു പോയവർ ആ പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നവും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായുള്ള ഇടപെടലുകൾ കൃത്യമായി തന്നെ അത്തരം പ്രശ്നങ്ങൾ ഇടവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. പൊന്നാനി മണ്ഡലം നമ്മുടേതാണ്. ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. പൊന്നാനി നമുക്ക് വിജയിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാവും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇവിടെ നേതാക്കന്മാരിലുള്ളവരെ നിരൂപിക്കുന്നില്ല. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്, നിങ്ങളുടെ ഒരാളായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നിയോഗം പോലെയാണ്. ഒരു പാർലമെന്റ് മോഹമോ അല്ലെ പാർലമെന്റ് രംഗത്ത് മത്സരിക്കണമെന്നൊരാഗ്രഹമൊന്നും ഉണ്ടായതാണല്ലേ. പാർട്ടി പറഞ്ഞപ്പോ, മുന്നണി പറഞ്ഞപ്പോ അത് ഏറ്റെടുത്തു എന്നാണ്. അത് നിയോഗമായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരും ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസന നേട്ടങ്ങൾ ഈ പൊന്നാനിയുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ ഇനി ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറ്റിയുള്ള കുറെ പോരായ്മകളുണ്ട്. കാര്യം സംശയമുള്ള പോരായ്മകളുണ്ട്. പോരായ്മകൾ പ്രതികരിക്കപ്പെട്ടതായിട്ടുണ്ട്. ആ പോരായ്മകൾ കൃത്യമായി തന്നെ നിങ്ങളുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള എൻഡിയുടെ നേതാക്കന്മാർ അതിന്റെ യോഗങ്ങൾ വിളിച്ച് കൃത്യമായി നമുക്ക് പറ്റിയുള്ള പോരായ്മകൾ കൃത്യമായി തന്നെ പറയും. എവിടെയൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ട് ആ പോരായ്മകൾ പരിഹരിക്കപ്പെട്ടതായിട്ടുണ്ട്. ആ പോരായ്മകളെല്ലാം തിരുത്തിക്കൊണ്ട് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയാൽ നമ്മള് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി വിജയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുക. അത് ഒരു നാടകം നന്ദി രേഖപ്പെടുത്തുക ചെയ്യുമ്പോൾ അതിന് പക്ഷെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, നിങ്ങൾ ഓരോരുത്തരും തമ്മിലുള്ള സ്നേഹം. ഇവിടെ ഈ പറയുന്ന ഒരു മാസം ഞാനിവിടെ വന്നപ്പോ ആ ഒരു മാസം നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിനുള്ളിൽ അതിനെ ആ നിലയിൽ തന്നെ കണ്ട മനുഷ്യരംഗം എന്ന് പറയുമ്പോൾ അതൊരു വികാരമായിട്ട് മാറിക്കഴിയുന്ന എത്രയോ ജനത ഈ നിങ്ങളുടെ മുന്നിൽ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ആ മനുഷ്യരംഗം എന്ന വികാരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വികാരം എന്റെ ഹൃദയത്തോടു കൂടി തന്നെ എന്നും ചേർത്ത് നിർത്തും എന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക് ആ വികാരത്തിന്റെ കൂടെ ഞാൻ നിങ്ങളോട് നിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നേതൃത്വ സംഗമം ഔപചാരികമായി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള PC നാരായണൻ അവരുടെ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മുടെ